എന്നിട്ട് മഹാനായ CM വലിയുള്ളാഹിയെ സംബന്ധിച്ചില്ലാത്ത കഥകൾ ഉണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കുക. മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള C. മുഹമ്മദ് ഫൈസിയുടെ പിതാവ് C. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹം സമസ്ത മുശാവറ അംഗമായിരുന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ ട്രഷററുമായ ശൈഖുന PP പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ. ആ രണ്ട് മഹാരഥന്മാർ C ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുശാവറ യോഗത്തിന് പോവാൻ. കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുശാവറ യോഗം നടക്കുന്നു. അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി. കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്ന് വരേണ്ടവരാണല്ലോ. നേരത്തെ എത്തിയപ്പോൾ പാറന്നൂർ ഉസ്താദും C. മുഹമ്മദ് ഫൈസിയുടെ പിതാവും C. ഉസ്താദും രണ്ടുപേരും പറഞ്ഞു, നമ്മൾ എന്നാ മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാൻ, മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാലോ, CM ഒന്ന് കാണാലോ. അങ്ങനെ CM വലിയുള്ളാഹിയെ കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും നെടിയനാട് ഉസ്താദും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നു CM-മായി കുറെ സമയം സംസാരിച്ചു. പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ. അങ്ങനെ നേരം വൈകിക്കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ നേരം വൈകി? അപ്പോ ഇവര് മിണ്ടില്ല. ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ CM-നെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉള്ളാൾ തങ്ങൾ രോഷാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞു, എന്താണെന്നറിയുമോ? പാറന്നൂർ ഉസ്താദ് മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാവുന്നതാണ്. പാറന്നൂർ ഉസ്താദിനോടും നെടിയനാട് ഉസ്താദിനോടും ആ ഉള്ളാൾ തങ്ങൾ അവിടെ നിന്ന് പ്രതികരിച്ചത്, നിങ്ങൾ തലയെക്കെട്ട് കെട്ടി താടി വെച്ച സമസ്തയുടെ മുശാവറാംഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ റമദാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച CM എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ? ഉള്ളാൾ തങ്ങളുടെ വാക്കാൻ, ഉള്ളാൾ തങ്ങളുടെ വാക്കാൻ. നിസ്കരിക്കാത്ത, അതുപോലെ പരിശുദ്ധ റമദാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന, താടി വടിച്ച് നടക്കുന്ന ആ CM-ന്റെ പിന്നാലെ സമസ്തയുടെ മുശാവറ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ? എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക?